ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ വർഷം ഏപ്രിൽ 1 സെപ്റ്റംബർ 30 30 ദിവസത്തെ കാലയളവിൽ വീട് തോറുമുള്ള സർവേ നടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഇത്. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയായിരിക്കും വിവരശേഖരണം. 2 ഘട്ടങ്ങളിലായി നടത്തുന്ന സെൻസസ് നടപടിക്രമങ്ങളിൽ ഏകദേശം 30 ലക്ഷം ഉദ്യോഗസ്ഥർ ഭാഗമാകും. ഭവന സെൻസസ് ഉൾപ്പെടുന്ന ആദ്യഘട്ടം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്നിട്ട് 2026 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആത്മീയ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങൾ പർവിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത്. സേവന മേഖലയിലുണ്ടായ വളർച്ചയാണ് പ്രധാന ഘടകമായി വർദ്ധിച്ചതെന്നാണ് സ്ഥിതിവിവരക്കണക്ക് നിർവഹണ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിരമായ നിക്ഷേപ പ്രോത്സാഹനവും ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള നയനടപടികളുമാണ് വളർച്ചാ പ്രതീക്ഷയെ നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പൊതുസേവനങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരതയോടുള്ള വിട്ടുവീഴ്ചയില്ലാ നയം ആവർത്തിച്ച് ഇന്ത്യയും ഇസ്രായേലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഭീകരതയെ ചെറുക്കാനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയിട്ടുള്ള ചേംബർ അവാർഡുകൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം വിതരണം ചെയ്യും. ചേംബർ പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് അധ്യക്ഷനാകും. സി സച്ചിദാനന്ദൻ മാസ്റ്റർ MP മുഖ്യാതിഥിയാകും. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനായിരുന്നു. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചു. മാധവ് ഗാഡ്ഗിലിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ദുഃഖം രേഖപ്പെടുത്തി. ഗ്ലോബൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ റാങ്കിങ്ങിൽ തിളങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം കോവളത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം കേരളത്തിൽ ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 8ാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ടി അനന്തകൃഷ്ണൻ അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ നടന്ന ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിക്കുന്ന മാതൃകാ നിയമസഭ ഇന്ന് നടക്കും. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖങ്ങൾ തുടങ്ങിയവ 6 വേദികളിലായി നടക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഈ മാസം 13 വരെയാണ് പുസ്തകോത്സവം. കേരള നിയമസഭാ പുസ്തകോത്സവത്തിന് വരുന്നവർക്ക് പാർക്കിംഗിനായി 3 ഇടങ്ങളിൽ സൌകര്യം ഏർപ്പെടുത്തി. സംസ്കൃത കോളേജ് ഗ്രൌണ്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൌണ്ട്, LMS ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആളുകൾ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. കൊല്ലം കോട്ടത്തറ ഹാച്ചറിയിലെ മുട്ടക്കോഴികൾ കൂട്ടത്തോടെ ചാകുന്നത് പക്ഷിപ്പനി മൂലമാണെന്ന സംശയം. 5 ദിവസം കൊണ്ട് 400ഓളം കോഴികളാണ് ചത്തത്. പക്ഷിപ്പനി പരിശോധിക്കുന്നതിനായി ഭോപ്പാലിലേക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം അടുത്തയാഴ്ച ലഭ്യമാകും. ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ നൽകി. SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. സൌദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം തിരൂർക്കാട് സ്വദേശി ഹാദിയ ഫാത്തിമ മരിച്ചു. മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ഇന്നലെ രാത്രിയോടെയായിരുന്നു അന്ത്യം. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. ഹാദിയയുടെ പിതാവ്, മാതാവ്, സഹോദരൻ, ബന്ധു എന്നിവർ അപകട സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പാട്ടാളി മക്കൾ കക്ഷി. AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമിയും PMK പ്രസിഡന്റ് അൻപുമണി രാംദാസും ചെന്നൈയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം അറിയിച്ചത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.